ഇപ്പോൾ കിട്ടിയ ഒരു അപകട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു. മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് അറിയുന്നത്. PS സാഗർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സാഗർ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? യാത്രക്കാർ സുരക്ഷിതരാണോ? അശ്വതി, ഇന്ന് രാവിലെ 6 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. ആദ്യം തന്നെ പറയാൻ യാത്രക്കാരെല്ലാം തന്നെ സുരക്ഷിതരാണ്. ഗുരുതരമായ ഒരു പരിക്കുകൾ ആർക്കും പറ്റിയിട്ടില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. പുല്ലുപാറയ്ക്ക് സമീപം കൊക്കയിലേക്കാണ് ബസ് മറിഞ്ഞത്. ഇന്നലെ ഉച്ച കഴിഞ്ഞ് മാവേലിക്കരയിൽ നിന്നും വിനോദയാത്ര പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ സാഗർ ഒന്ന് തുടരുക. ഇപ്പോൾ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാണ്. അതിനുശേഷം സാഗറിലേക്ക് വരാം. സന്തോഷം. ഇവര് തഞ്ചാവൂരിന് പോയതാണ്, മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് അല്ലേ? മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് കമ്പം തേനി തഞ്ചാവൂർ പോയ 34 പേരിറങ്ങിയ കേരള KSRTCയുടെ ബസ്സാണ്. അതാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ആൾക്കാരെയൊക്കെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ വണ്ടിയിൽ വന്നതാണ്. മാവേലിക്കരയിൽ നിന്ന് രാവിലെ 3 മണിക്ക് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ കൂടെയുള്ളവർ കുറേ പേര് കൂടെ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. ഇതെങ്ങനെയും ഒന്ന് രക്ഷിക്കാൻ 34 പേരുണ്ടായിരുന്നു. മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ടതാണ് ഇന്നലെ. തഞ്ചാവൂരിന് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ്. സ്ഥലം ഇത് പുല്ലുപാറ എന്ന സ്ഥലത്ത് വെച്ചാണ് വണ്ടിയുടെ ബ്രേക്ക് പോയെന്നാണ് പറയുകയും പെട്ടെന്ന് വണ്ടി മറിയുമായിരുന്നു. ആർക്കും അപകടം ഇല്ലെന്ന് തോന്നുന്നു. എന്തോ അറിയില്ല. ഓരോരുത്തരെയും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അതാണ് 34 പേര് അടങ്ങുന്ന സംഘമാണ് ആ ബസ്സിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന അനുസരിച്ച് അവരെല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ളതാണ്. സാഗർ തുടരുന്നുണ്ട്. സാഗർ, അങ്ങനെ തന്നെയല്ലേ? ആർക്കും വലിയ പരിക്കൊന്നുമില്ലല്ലോ അല്ലേ? അശ്വതി, നിലവിൽ ആർക്കും വലിയൊരു തോതിലുള്ള പരിക്കുകൾ സംഭവിച്ചിട്ടില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഈ ഇടുക്കിയിൽ കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനും ഇടയിലാണ് ഈ പുല്ലുപാറ എന്ന് പറയുന്ന സ്ഥലം. ഇവിടം വളവുകളും തിരിവുകളും ഏറെയുള്ള ഒരു പ്രദേശമാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ തഞ്ചാവൂർ പോയിട്ട് തിരികെ വരും വഴി ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ബസ് അപകടത്തിൽപ്പെട്ടത്. ഈ ഭാഗത്ത് വളവിൽ വെച്ച് ബസ് നിയന്ത്രണം വിട്ട് 30 അടിയോളം താഴ്ചയിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ മരങ്ങളിൽ തട്ടി ബസ് നിന്നതും ഒരു വലിയ തോതിൽ അപകടം ഉണ്ടാകുന്നത് കുറച്ചു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. 34 യാത്രക്കാരും 2 ജീവനക്കാരുമാണ് ബസ്സിലുണ്ടായിരുന്നത്. ഈ കൊടും വളവുകൾ നിറഞ്ഞ ഈ റോഡിൽ ഒരു ഭാഗം കൊക്കയാണ്. ഇവിടെ ബ്രേക്ക് വാഹനത്തിന് നഷ്ടപ്പെട്ട് ബസ് താഴേക്ക് പോവുകയായിരുന്നു. നിലവിൽ പരിക്കേറ്റവരെ മുണ്ടക്കയം താലൂക്ക് ആശുപത്രിയിലും പീരുമേട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പീരുമേടിൽ നിന്നും മുണ്ടക്കയത്തു നിന്നും ഫയർഫോഴ്സ് സംഘവും ഹൈവേ പോലീസും മോട്ടോർ വാഹന വകുപ്പും എല്ലാം സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിട്ടുണ്ട്. എന്നാൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. സാഗർ, ഈ വലിയ താഴ്ചയിലേക്ക് ബസ് പോയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അല്ലേ? അതുകൊണ്ടാണ് ഈ രക്ഷപ്പെടുത്താനുള്ള പറ്റിയത്. ഈ വളരെ പെട്ടെന്ന് തന്നെ അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. തീർച്ചയായും ഈ ഭാഗം അനേകം വളവുകളും തിരിവുകളും ഉള്ള ഒരു സ്ഥലമാണ്. കുത്തിറക്കമാണ് ഈ പ്രദേശത്തിൽ. ഇവിടെ ഒരു ഭാഗം വലിയൊരു കൊക്കയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ ബസ് അപകടത്തിൽപ്പെട്ട ഒരു സ്ഥലം തന്നെ ഏകദേശം 30 അടിയോളം താഴേക്കാണ് ഈ ബസ് പോയിട്ടുള്ളത്. ഈ ഭാഗം തന്നെ താഴെ നിരവധി മരങ്ങളും മറ്റും ഉള്ളതിനാൽ ഈ അപകടത്തിൽപ്പെട്ട ബസ് ഈ മരത്തിൽ തട്ടി നിൽക്കുകയായിരുന്നു. അതിനാൽ തന്നെ ഈ ബസ് അപകടത്തിൽപ്പെട്ട സമയത്ത് തന്നെ കുറച്ചാളുകൾ തനിയെ തന്നെ മുകളിലേക്ക് റോഡിലേക്ക് കയറി വരാൻ സാധിച്ചു. ഇവരാണ് ആദ്യം മറ്റ് വാഹന യാത്രക്കാരെ അറിയിക്കുകയും തുടർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. ഈ വാഹനം മരത്തിൽ തട്ടി നിന്നതിനാൽ തന്നെ ആർക്കും ഒരു കാര്യമായ ഒരു പരിക്ക് സംഭവിച്ചിട്ടുമില്ല. അശ്വതി, ശരി. സാഗറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപമാണ് വിനോദയാത്രാ സംഘം അപകടത്തിൽപ്പെട്ടത്. KSRTC ബസ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. 34 അംഗ സംഘമായിരുന്നു. ഭാഗ്യം, ആർക്കും പരിക്കൊന്നുമില്ല. എല്ലാവരെയും സുരക്ഷിതരായി പുറത്തെത്തിച്ചു എന്നുള്ള വാർത്തയാണ് PS സാഗർ പങ്കുവച്ചത്.